CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. തിരഞ്ഞെടുപ്പിൽ UDF, ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകളെ കൂട്ടുപിടിച്ച് വലിയ രീതിയിലുള്ള ന്യൂനപക്ഷ ഏകീകരണം നടത്തിയെന്ന് കോങ്ങാട് MLA കെ ശാന്തകുമാരി. തിരഞ്ഞെടുപ്പ് ഫലത്തിൽ PK ശശി ഘടകം സ്വാധീനിച്ചു എന്ന് വിലയിരുത്താനാവില്ലെന്നും ശാന്തകുമാരി പറഞ്ഞു. ശബരിമല ദർശനത്തിനായി എത്തിയ അയ്യപ്പ ഭക്തൻ കരിങ്കല്ലത്താണി അരക്കുപറമ്പ് അർദ്ധനാരീശ്വര ക്ഷേത്രകുളത്തിൽ മുങ്ങി മരിച്ചു. തമിഴ്നാട് തിരുവള്ളൂർ സ്വദേശിയാണ് മരിച്ചത്. 5 അംഗ ശബരിമല അയ്യപ്പ സംഘത്തോടൊപ്പം എത്തിയതായിരുന്നു ഇദ്ദേഹം. ശ്രീകൃഷ്ണപുരം ഇടപ്പള്ളിയിൽ വയോധികയുടെ മാല കവരാൻ ശ്രമം. ഇടപ്പള്ളി സ്വദേശി കൂറ്റൻകോട് സത്യഭാമയുടെ 3 പവനോളം തൂക്കമരുന്ന മാലയാണ് ബൈക്കിലെത്തിയ 2 അംഗ സംഘം മോഷ്ടിക്കാൻ ശ്രമിച്ചത്. ബുധനാഴ്ച രാവിലെ 8:30ഓടെയായിരുന്നു സംഭവം. ശക്തമായ പോരാട്ടം നടന്ന മണ്ണാർക്കാട് നഗരസഭയിൽ സീറ്റ് നില മെച്ചപ്പെടുത്തിയ UDF വോട്ടിന്റെ എണ്ണത്തിലും മുൻപിലെത്തി. ആകെയുള്ള 30 വാർഡുകളിൽ 17 സീറ്റ് നേടിയാണ് UDF വീണ്ടും ഭരണം നിലനിർത്തിയത്. നഗരസഭയിൽ 9673 വോട്ടാണ് UDF നേടിയത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മലപ്പുറം കളക്ടർ VR വിനോദ് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചു. LOമാരുടെയും BLOമാരുടെയും സംയുക്ത യോഗം വിളിച്ച് പട്ടികയിൽ ക്രമക്കേടുണ്ടെങ്കിൽ ഉടൻ പരിഹരിക്കുമെന്ന് കളക്ടർ പറഞ്ഞു. തിരഞ്ഞെടുപ്പിൽ UDF, ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകളെ കൂട്ടുപിടിച്ച് വലിയ രീതിയിലുള്ള ന്യൂനപക്ഷ ഏകീകരണം നടത്തിയെന്ന് കോങ്ങാട് MLA ശാന്തകുമാരി. തിരഞ്ഞെടുപ്പ് ഫലത്തിൽ PK ശശി ഘടകം സ്വാധീനിച്ചു എന്ന് വിലയിരുത്താനാവില്ലെന്നും ശാന്തകുമാരി പറഞ്ഞു. നിങ്ങളൊക്കെ വിലയിരുത്തിയത് പോലെ തന്നെ ഇത്തവണ UDFന് ചില മേൽക്കോയ്മ ഉണ്ടായിട്ടില്ല. അത് സ്വാഭാവികമായിട്ട് നമുക്ക് വരും നാളുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കോങ്ങാട് നിയോജക മണ്ഡലത്തിൽ പൊതുവെ വോട്ടിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ LDFന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ പഞ്ചായത്തുകൾ പ്രാദേശികമായി ഉണ്ടായിട്ടുള്ള 1-2 അധികം വരുന്ന വോട്ടിൻ്റെയൊക്കെ വ്യത്യാസത്തിൽ ഉണ്ടായിട്ടുള്ള ചില വ്യത്യാസമുണ്ട്. അതായത് ഇപ്പോൾ മണ്ണാർക്കാട് ഭാഗം വരുന്ന 4 പഞ്ചായത്തുകളിലാണ് ഭരണത്തിന്റെ ചെറിയ വ്യത്യാസം വന്നിട്ടുള്ളത്. അതേസമയം കോങ്ങാട്, കേരളശ്ശേരി, മണ്ണൂർ, അതുപോലെ തന്നെ നമ്മുടെ മങ്കര, പറളി ഈ ഭാഗങ്ങൾക്കൊന്നും കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടായിട്ടില്ല. എന്നാൽ ചില നമുക്ക് മങ്കരയൊക്കെ ആണെങ്കിൽ വലിയ നേട്ടമാണ്. 15 സീറ്റിൽ 11 സീറ്റും പിടിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അങ്ങനെയുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ പൊതുവെ കോങ്ങാട് മണ്ഡലത്തിലെ ഒരു പൊളിറ്റിക്കൽ സംവിധാനം എന്ന് പറയുന്നത് നമുക്ക് LDFന് മുൻതൂക്കം തന്നെയായിട്ടാണ്. കോങ്ങാട് മണ്ഡലത്തിൽ LDFന് പൊതുവെ വോട്ടുകളിൽ മാറ്റമില്ല. എന്നാൽ UDF, ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളെ അണിനിരത്തി നടത്തിയ ന്യൂനപക്ഷ ഏകീകരണം ഫലം കണ്ടു. മണ്ണാർക്കാട് നഗരസഭയിൽ LDFന് വെറും 1 വോട്ട് മാത്രം ലഭിച്ചത് ഗൗരവകരമാണ്. ഈ വിവാദം അവിടെ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണെന്നും MLA വ്യക്തമാക്കി. അല്ല, ജനങ്ങളല്ലേ വിലയിരുത്തേണ്ടത്, ഞാനല്ലല്ലോ പറയേണ്ടത്. നമുക്ക് ജനപ്രതിനിധി എന്ന നിലയിൽ നമ്മുടെ നാടിന്റെ വികസനമാണ് ഏറ്റവും പ്രധാനം. പരമാവധി ഇപ്പോൾ കാഞ്ഞിരപ്പുഴ നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഇവിടേക്കുള്ള സാധ്യതകൾ എത്രയാണോ അത് പൂർണ്ണമായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്, പരമാവധി കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളാണ് വിലയിരുത്തേണ്ടത്. ജനങ്ങൾ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പും വിലയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ കാരാകുശിയിലായാലും ഇവിടെയായാലും ഒക്കെ നല്ല വികസന പദ്ധതികൾ, വളരെ ഇന്നവേറ്റീവ് ആയിട്ടുള്ള പ്രോജക്റ്റുകളാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അത് വികസനം കൊണ്ടുവരുന്ന കാര്യത്തിനകത്ത് വളരെ 100% ആത്മാർത്ഥതയോടുകൂടി ഞാൻ നിന്നിട്ടുണ്ടെന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പ് ഫലത്തിൽ PK ശശി ഘടകം സ്വാധീനിച്ചു എന്ന് വിലയിരുത്താനാവില്ല. അത്തരമൊരു വോട്ട് ചോർച്ച ഉണ്ടായെന്ന് പറയാൻ സാധിക്കില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. അല്ല, നമുക്ക് അങ്ങനെ വിലയിരുത്താനാവില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ പ്രാദേശികമായിട്ട് ഞാൻ പറയുന്ന വികസനം ജനങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല ഇത്തവണ. വികസനം ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നത് കൊണ്ട് ആളുകൾ വികസനമേ ചർച്ച ചെയ്തിട്ടില്ല. അഥവാ ഏതെങ്കിലും ഒരു വികസനം കൊണ്ടുവന്നില്ലെങ്കിൽ അതായിരിക്കും ചർച്ച. ഇപ്പോൾ വികസനം ഇത്രയേറെ കൂടാനുകൂടി വന്നിട്ട് ചർച്ച ചെയ്യാതെ വന്നതിൻ്റെ അർത്ഥം എന്താ? പേഴ്സണൽ വോട്ടുകളാണ്. വ്യക്തിപരമായിട്ട് പലയിടങ്ങളിലും ഉണ്ടായിട്ടുള്ള ചില വ്യതിയാനങ്ങളും ഇടിവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പല പ്രദേശങ്ങളിലും ഒരു മുസ്ലിം കൂടെ ഒരു കൺസോൾട്ടേഷൻ എന്ന നിലയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു വലിയ വരുന്നുണ്ട്. അതുപോലെയൊക്കെ ഉള്ള ഒരു ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ പൊതുവെ ഉണ്ടായിട്ടുണ്ട്. അല്ല, ഞാൻ പറയണത് വ്യക്തിപരമായി, അതായത് ഗ്രാമപഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും എപ്പോഴും എക്കാലത്തും വിലയിരുത്തിയിട്ടുള്ളത്
സ്ഥാനാർത്ഥി വ്യക്തിത്വമോ അങ്ങനെ അതൊരു 50%-ലധികം അതൊരു ഘടകം. ബാക്കിയാണ് പൊളിറ്റിക്സ് വരുന്നത്. ഞാൻ അങ്ങനെ അത് എനിക്കിപ്പോൾ വിലയിരുത്താനാവില്ല. അത് നമ്മൾക്ക് നോക്കിയിട്ടില്ല. ഇലക്ഷൻ റിവ്യൂവിൽ അത് പറയാൻ വേണ്ടി കഴിയും. കോങ്ങാട് മണ്ഡലത്തിൽ LDF വോട്ടുകൾ സുരക്ഷിതമാണെന്നും എന്നാൽ UDF നടത്തിയ വർഗീയ ധ്രുവീകരണവും വോട്ട് ഏകോപനവുമാണ് ഫലത്തെ സ്വാധീനിച്ചതെന്നുമാണ് MLA-യുടെ പക്ഷം. അല്ല, വികസനം ഞാൻ പറയണത് വികസനം ചർച്ചയാവുക പറഞ്ഞല്ല, വികസനം ചർച്ചപ്പെടുകയും വികസനം കൊണ്ടുവരാതെ ചർച്ചയപ്പെടുക രണ്ടാണ്. ഇപ്പോൾ പെൻഷൻ 62 ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നതും ചെറക്കപ്പടി കാഞ്ഞിരപ്പുഴ റോഡ് വന്നതും 161 കോടി രൂപയുടെ ഇവിടെ ആരെങ്കിലും വന്നു ജനങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് കണ്ടിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം കണ്ടു, അവരനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു ചർച്ചയാക്കിയിട്ട് അതിന് വോട്ട് എന്ന നിലയിലേക്ക് വരാൻ പൊതുവെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ അല്ല, അത് ഞാൻ അങ്ങനെയല്ല പറഞ്ഞതിന്റെ അർത്ഥം. അതായത് വികസനം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വന്നു, യാഥാർത്ഥ്യമാണ്. പക്ഷെ അതൊരു ഡിസ്കഷനായി വന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതൊന്നുമില്ല, അതൊക്കെ ഡിഫറെന്റ് ആണ്. നമ്മൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, വ്യക്തിപരമായിട്ടുള്ള ചില വോട്ടുകളുണ്ട്, അല്ലെങ്കിൽ വ്യക്തിക്ക് ഒരു പ്രഭാവമുണ്ട്. ആ വ്യക്തി പിടിക്കുന്ന വോട്ട് എത്ര തന്നെ പൊളിറ്റിക്സ് ആണെന്നുണ്ടെങ്കിൽ അതിനപ്പുറത്ത് അവർക്കുണ്ടാകുന്ന സ്വാധീനം പല പല രീതിയിലൊക്കെ വരാറുണ്ട്. CCN മണ്ണാർക്കാട്. ശബരിമല ദർശനത്തിനായി എത്തിയ അയ്യപ്പ ഭക്തൻ കരിങ്കലത്താണി അരക്കുപറമ്പ് അർദ്ധനാരീശ്വര ക്ഷേത്രക്കുളത്തിൽ മുങ്ങി മരിച്ചു. തമിഴ്നാട് തിരുവള്ളൂർ സ്വദേശിയാണ് മരിച്ചത്. 5-അംഗ ശബരിമല അയ്യപ്പ സംഘത്തോടൊപ്പം എത്തിയതായിരുന്നു ഇദ്ദേഹം. ശബരിമല തീർത്ഥാടനത്തിന് പോകുന്നതിനിടെ ദർശനത്തിനെത്തിയ അയ്യപ്പ ഭക്തനാണ് കരിങ്കല്ലത്താണി അരക്കുപറമ്പ് അർദ്ധനാരീശ്വര ക്ഷേത്രക്കുളത്തിൽ മുങ്ങി മരിച്ചത്. തമിഴ്നാട് തിരുവല്ലൂർ, തിരുമുല്ലൂർ വോയിൽ, അന്നന്നൂർ, ഗംഗാ സ്ട്രീറ്റ്, ജ്യോതി നഗറിൽ 24 വയസ്സുകാരൻ സന്തോഷ് കൃഷ്ണയാണ് കുളത്തിൽ മുങ്ങി മരിച്ചത്. സന്തോഷ് ഉൾപ്പെടെ 6 പേരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ക്ഷേത്രം അടച്ചതിനാൽ തുറന്നിട്ട് ദർശനം കിട്ടിയ ശേഷം മാത്രമേ പോകുന്നുള്ളൂ എന്ന് കൂടെയുള്ള അയ്യപ്പ ഭക്തർ പറഞ്ഞതോടെ അവിടെ വിശ്രമിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഇവർ ക്ഷേത്രക്കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് അപകടം. ഒപ്പമുള്ളവർ വിവരം അറിയിച്ചതിനെ തുടർന്നെത്തിയ പ്രദേശവാസികളാണ് സന്തോഷിനെ പുറത്തെടുത്തത്. ഉടൻ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ശബരിമല ദർശനത്തിന് പോകും വഴിയാണ് ക്ഷേത്രത്തിലെത്തിയത്. CCN ചെത്തല്ലൂർ. ശ്രീകൃഷ്ണപുരം എടപ്പള്ളിയിൽ വയോധികയുടെ മാല കവരാൻ ശ്രമം. എടപ്പള്ളി സ്വദേശി കൂറ്റൻകോട് സത്യഭാമയുടെ 3 പവനോളം തൂക്കം വരുന്ന മാലയാണ് ബൈക്കിലെത്തിയ 2-അംഗ സംഘം മോഷ്ടിക്കാൻ ശ്രമിച്ചത്. ബുധനാഴ്ച രാവിലെ 8:30ഓടെയായിരുന്നു സംഭവം. വീടിന് സമീപത്ത് വെച്ച് ബൈക്കിലെത്തിയ സംഘം വയോധികയുടെ കഴുത്തിൽ പിടിച്ചു മാന്തി മാല വലിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആക്രമണത്തിനിടെ സത്യഭാമ നിലത്ത് വീണു. വയോധിക ബഹളം വച്ചതോടെ മോഷ്ടാക്കൾ ബൈക്കിൽ വേഗത്തിൽ രക്ഷപ്പെട്ടു. ഞാൻ പശുവിന് കഞ്ഞിയെടുക്കാൻ പോവായിരുന്നു. ദിവസം പോക്കുള്ള പശുവിനെ കെട്ടാനും എല്ലാറ്റിനും ആ വഴി കൂടെ 2-3 പ്രാവശ്യം പോണതാണ്. അപ്പൊ ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ പോവായിരുന്നു. കഞ്ഞിക്കുടം തലയിലുണ്ട്. ഇങ്ങനെ പോകുമ്പോ ബൈക്കിൽ 2 ആൾക്കാർ വന്നു, ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും എന്നോട് ചോദിക്കാനാവുന്ന ഞാൻ വിചാരിച്ചു. എന്റെ അടുത്ത് നിർത്തിയില്ല, പതുക്കെ സ്ലോവായിട്ടൊന്നും ഇങ്ങോട്ട് വന്നതും കഴുത്തിൽ തന്നിങ്ങോട്ട് മാന്തിയതോടുകൂടി ഞാൻ അങ്ങനെ വീണു. കുടം വീണു, ഞാനും വീണിട്ട് പിന്നെ എനിക്ക് നീക്കണ്ടേ, പെട്ടെന്ന് നീക്കാൻ വയ്ക്കണ്ടേ. വീണ്ടും പെട്ടെന്ന് നീച്ച് നോക്കിയപ്പോഴേക്ക് വണ്ടി അവിടെ സംഘത്തിന്റെ പടി കടന്നു പോയി. എനിക്ക് വണ്ടി കാണാനൊന്നും പറ്റിയില്ല. ഞാൻ എന്നിട്ട് കൊണ്ടുപോയി തന്നെ ചെയിന് കൊണ്ടുപോയി തന്നെ വിചാരിച്ചു. ഞാൻ തൊള്ളിയിട്ടിട്ട് അപ്പോഴേക്ക് ശങ്കരൻ കഞ്ഞി എടുക്കാൻ പോണു. കഞ്ഞിയല്ല, വെള്ളം കൊണ്ടുപോയി രാമന്റെ വീട്ടിൽ നിന്ന്. ശങ്കര എൻ്റെ ചെയിന് കൊണ്ടുപോയിട്ടോ, അവരൊന്ന് തടുക്ക് ശങ്കരാ പറഞ്ഞു. ഞാൻ കൊണ്ടുപോയി തന്നെ ഞാൻ കരുതിയത്. അവിടെ എത്തിയപ്പോഴേ തങ്കത്തിനോട് കൂട്ടം കൂടി നോക്കുമ്പോ കഴുത്തിൽ ചെയിനുണ്ട്. അപ്പോഴാണ് ഒരു ഞെണുക്കുണ്ട്. അവര് പരമാവധി ശ്രമിച്ചു. പക്ഷെ ഇത് നല്ല ബലമുള്ള ചെയിനാണ്, ഉറപ്പുള്ള ചെയിനായതുകൊണ്ട് എന്നിട്ട് കഴുത്തിൽ അങ്ങനെ മുറിയായി കിടന്നു, മാന്തി തുടുന്നനായി കിടന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളായി പ്രദേശത്ത് മോഷ്ടാക്കളുടെ സാന്നിധ്യമുള്ളതായി നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. പ്രദേശത്ത് കള്ളന്മാരുടെ ശല്യം രൂക്ഷമാണെന്ന പരാതിയെ തുടർന്ന് പോലീസ് പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. എടപ്പള്ളിയിലും പരിസര പ്രദേശങ്ങളിലും പട്രോളിംഗ് ശക്തമാക്കുമെന്ന് ശ്രീകൃഷ്ണപുരം CI S അനീഷ് അറിയിച്ചു. മോഷ്ടാക്കളെ കണ്ടെത്താനായി പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. CCN കടമ്പഴിപ്പുറം. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ നാട്ടുകൾ പാറപ്പുറം വളവിൽ ചൊവ്വാഴ്ച പുലർച്ചെ 2 വാഹനാപകടങ്ങൾ. ഈ അപകടങ്ങളിൽ 4 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ ആരുടെയും നില ഗുരുതരമല്ലെന്നാണ് പ്രാഥമിക വിവരം.
കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ നാട്ടുകൽ പോസ്റ്റ് ഓഫീസ് വളവിൽ കാറും ജീറ്റോയും കൂട്ടിയിടിച്ചാണ് 4 പേർക്ക് പരിക്കേറ്റത്. പെരിന്തൽമണ്ണ ഭാഗത്തു നിന്ന് മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന മഹീന്ദ്ര ജീറ്റോ വാഹനത്തിലേക്ക് എതിരെ വന്ന കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അപകടത്തിൽ ഇടുക്കി കൂട്ടുപുഴ വിപിൻ ഗോപി, വയനാട് സ്വദേശി ടിനു ജോസ്, പയ്യന്നൂർ സ്വദേശി അനൂപ്, പെരിന്തൽമണ്ണ സ്വദേശി പ്രശാന്ത് എന്നിവർക്കാണ് പരിക്ക് പറ്റിയത്. ഇവർ പെരിന്തൽമണ്ണയിലെ റെസ്റ്റോറന്റ് ജീവനക്കാരാണ്. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവർ. കാർ ഇടിച്ച ഭാഗത്ത് ജീറ്റോ വാഹനം 2ആയി പിളർന്നു. പോസ്റ്റ് ഓഫീസ് വളവ് സ്ഥിരം അപകട മേഖലയായി മാറിയിട്ടുണ്ട്. ഇതേ സ്ഥലത്ത് കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് എത്തിയിരുന്ന പോലീസുകാർ സഞ്ചരിച്ചിരുന്ന വാഹനവും വാനുമായി കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്കേറ്റിരുന്നു. CCN ചെത്തല്ലൂർ. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ ഉപാധ്യക്ഷ തിരഞ്ഞെടുപ്പ് തീയതികൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. ഡിസംബർ 21-ന് പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതിനെ തുടർന്നാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. മുനിസിപ്പാലിറ്റികളിലെയും കോർപ്പറേഷനുകളിലെയും അധ്യക്ഷന്മാരെ ഡിസംബർ 26-ന് തിരഞ്ഞെടുക്കും. അന്ന് രാവിലെ 10:30-ന് അധ്യക്ഷ തിരഞ്ഞെടുപ്പും ഉച്ചയ്ക്ക് 2:30-ന് വൈസ് ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പും നടക്കും. നഗരസഭകളിൽ തിരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നതിനായി പ്രത്യേക വരണാധികാരികളെ കമ്മീഷൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഡിസംബർ 27-നാണ് നടക്കുക. 27-ന് രാവിലെ 10:30-ന് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പും ഉച്ചയ്ക്ക് 2:30-ന് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പും നടക്കും. ജില്ലാ പഞ്ചായത്തുകളിൽ ജില്ലാ കളക്ടർമാരാണ് വരണാധികാരികൾ. ഗ്രാമ, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ അതത് സ്ഥാപനങ്ങളിലെ വരണാധികാരികൾക്കാണ് തിരഞ്ഞെടുപ്പ് ചുമതല. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് ശേഷം ഭരണസമിതിയുടെ പൂർണ്ണമായ ചുമതലയേൽക്കുന്നതിന്റെ ഭാഗമായാണ് അധ്യക്ഷന്മാരുടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. CCN ചെർപ്പുളശ്ശേരി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മലപ്പുറം കളക്ടർ VR വിനോദ് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചു. ALOമാരുടെയും BLOമാരുടെയും സംയുക്ത യോഗം വിളിച്ച് പട്ടികയിൽ ക്രമക്കേടുണ്ടെങ്കിൽ ഉടൻ പരിഹരിക്കുമെന്ന് കളക്ടർ പറഞ്ഞു. കരട് വോട്ടർ പട്ടികയുടെ പ്രസിദ്ധീകരണം 23-ാം തീയതി ഈ മാസം 23-ാം തീയതി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതാണ്. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതോടെ എല്ലാ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്കും കരട് വോട്ടർ പട്ടികയുടെ പോളിംഗ് സ്റ്റേഷൻ തിരിച്ചുള്ള ഓരോ കോപ്പി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വിതരണം ചെയ്യുന്നതാണ്. കരട് പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം അതിനുള്ള ഒബ്ജക്ഷൻസ് റൈസ് ചെയ്യാനുള്ള കാലപരിധിയുണ്ട്. ഈ എന്യൂമറേഷൻ പീരീഡ് 18-ാം തീയതി വരെയാണ്. ഇപ്പോഴും ഫോംസ് തിരിച്ചു കൊടുക്കാത്ത കുറച്ച് പേരെങ്കിലുമുണ്ട്. BLOമാർ നിരന്തരം അവരുടെ വീടുകൾ സന്ദർശിച്ച് ആവശ്യപ്പെട്ടിട്ടും കൊടുക്കാത്തവരുണ്ട്. അവരെത്രയും പെട്ടെന്ന് കൊടുത്തില്ലെങ്കിൽ കരട് വോട്ടർ പട്ടികയിൽ അങ്ങനെയുള്ളവരുടെ പേര് ഉൾപ്പെടുത്താൻ സാധിക്കാതെ വരുന്നൊരു സാഹചര്യമുണ്ട്. 18-ാം തീയതി വരെ ലഭിക്കുന്ന ഫോമുകൾ ഡിജിറ്റൈസ് ചെയ്ത ശേഷം അതിന് പോളിംഗ് സ്റ്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കൺട്രോൾ ബിൽ ക്രിയേഷനും മറ്റു പ്രവർത്തനങ്ങളും റവന്യൂ ഉദ്യോഗസ്ഥർ അത് നേതൃത്വം നൽകുന്നതായിരിക്കും. അതിനുശേഷം 23-ാം തീയതിയാണ് കരട് പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. 23-ാം തീയതി കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടി 1 മാസം സമയമുണ്ടാവും. 23 ഡിസംബർ മുതൽ ജനുവരി 22, 2026 വരെ ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻസ് ഫയൽ ചെയ്യാൻ സാധിക്കും. ഈ ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻസ് പരിശോധിച്ച് അവർക്കുള്ള നോട്ടീസ് ഇഷ്യൂ ചെയ്യുകയും ഹിയറിംഗ് തുടങ്ങിയ നടപടിക്രമങ്ങൾ നടത്തുന്നത് ഡിസംബർ 23 മുതൽ ഫെബ്രുവരി 14 വരെ 2026 ഫെബ്രുവരി 14 വരെ ഹിയറിംഗ് ആവശ്യമുള്ളതും രേഖകൾ പരിശോധിക്കേണ്ട കാര്യങ്ങളിൽ അങ്ങനത്തെ പരിശോധനകൾ നടത്തുന്നതായിരിക്കും. അതിനുശേഷം വോട്ടർ പട്ടികയിലെ ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സും ഹെൽത്ത് പാരാമീറ്റേഴ്സും പരിശോധന പൂർത്തിയാക്കും. 17-ാം തീയതിയോടെ പൂർത്തിയാക്കുകയും ഫെബ്രുവരി 21-ാം തീയതി 2026 ഫെബ്രുവരി 21-ാം തീയതി ഫൈനൽ പട്ടിക പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. SIR ഇതുവരെ പൂർത്തീകരിച്ചത് സംബന്ധിച്ച് ചില വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരാം. ഇതുവരെ നമ്മൾ SIR പ്രവർത്തനങ്ങളിൽ കണ്ടെത്തിയത് 58,304 പേർ ഇടത്തായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ വോട്ടർമാരുടെ 1.71% അങ്ങനെ ഇടത്തായിട്ട് വോട്ടർ പട്ടികയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കുറ്റമറ്റ രീതിയിൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ കളക്ടർ രാഷ്ട്രീയ കക്ഷികളുടെ സഹകരണം അഭ്യർത്ഥിച്ചു. LOമാരുടെയും BLOമാരുടെയും സംയുക്ത യോഗം വിളിച്ച് പട്ടികയിൽ ക്രമക്കേടുണ്ടെങ്കിൽ ഉടൻ പരിഹരിക്കുമെന്ന് കളക്ടർ പറഞ്ഞു. BLOമാരുടെ സൂപ്പർവൈസിംഗ് ചുമതലയുള്ള വില്ലേജ് ഓഫീസർമാരുടെ നേതൃത്വത്തിലായിരിക്കും യോഗം നടക്കുക. യോഗത്തിൽ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും ഡെപ്യൂട്ടി കളക്ടർമാരായ E. സനീറ, VT ഗോളി, സ്വാതി ചന്ദ്രമോഹൻ, K. ലത തുടങ്ങിയവരും പങ്കെടുത്തു. നമ്മുടെ 16 മണ്ഡലങ്ങളിൽ കൊണ്ടോട്ടി, തിരൂർ, വള്ളിക്കുന്ന് മണ്ഡലങ്ങളിൽ മാത്രമാണ് കുറച്ച്
ഫോംസ് ഇനിയും ഡിജിറ്റൈസ് ചെയ്യാൻ ബാക്കിയുള്ളത്. ബാക്കിയുള്ള മണ്ഡലങ്ങളിലെല്ലാം തന്നെ ബാക്കി 13 മണ്ഡലങ്ങളിൽ 100% ഫോമുകൾ ഡിജിറ്റൈസേഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഡിജിറ്റൈസേഷൻ ചെയ്യുകയും ചെയ്യും. ഈ ഡിജിറ്റൈസേഷൻ പ്രവർത്തനങ്ങൾക്ക് BLOമാരെ സഹായിക്കുന്നതിന് വേണ്ടി വോളണ്ടിയർമാരെ ക്രമീകരിച്ചു. റവന്യൂ ഓഫീസുകളിൽ സ്പെഷ്യൽ ഡെസ്കുകൾ തയ്യാറാക്കി റവന്യൂ ഉദ്യോഗസ്ഥർ സഹായിച്ചു. പല ദിവസങ്ങളിലും രാത്രിയും പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് ഡിജിറ്റൈസേഷൻ പൂർത്തിയാക്കിയത്. വളരെ മാതൃകാപരമായി വളരെ വേഗതയിൽ പൂർത്തിയാക്കിയ ഒരുപാട് BLOമാരുണ്ട്. ഇനിയും കുറച്ച് ഫോംസ് കൂടെ ഡിജിറ്റൈസ് ചെയ്യാനുണ്ട്. അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ പൂർത്തിയാക്കാൻ സാധിക്കും. ഇത്തരത്തിൽ ഡിജിറ്റൈസേഷന് ശേഷം ആബ്സെൻറ്റി ഷിഫ്റ്റഡ് ഡെത്ത് എന്നുള്ള കാറ്റഗറീസ്, സ്ഥിരതാമസമില്ലാത്തവർ, മരിച്ചുപോയവർ, മാറിപ്പോയവർ എന്നിവരുടെ ഇതിൽ BLOമാർ മാർക്ക് ചെയ്തതിൽ ചില ഡിസ്ക്രിപ്പൻസി സിസ്റ്റം തന്നെ കണ്ടെത്തുകയും അത് BLOമാർക്ക് തന്നെ പരിശോധിക്കുന്നതിന് വേണ്ടി ആ സിസ്റ്റത്തിൽ തന്നെ അവരുടെ ആപ്പിൽ തന്നെ പ്രത്യേകിച്ച് പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഓരോ BLOയ്ക്കും ഒരു BLOയ്ക്ക് ഏകദേശം 1200ഓളം പേരാണ്, 1200-1400 പേരാണ് ഉണ്ടാകുക. അങ്ങനെ നോക്കുമ്പോൾ ആവറേജ് 30-40 പേരോളം ആ തരത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ വെരിഫിക്കേഷനും ഇന്ന് തന്നെ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പല മണ്ഡലങ്ങളിലും നല്ലൊരു ശതമാനം പൂർത്തിയാക്കി കഴിഞ്ഞു. 87 മുതൽ 51% വരെ ഇങ്ങനെയുള്ള ഡിസ്ക്രിപ്പൻസീസും പൂർത്തിയാക്കി കഴിഞ്ഞു. CCN മലപ്പുറം. JCI ശ്രീകൃഷ്ണപുരത്തിന്റെയും ശ്രീകൃഷ്ണപുരം TKD സ്മാരക വായനശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന സ്പീക്കേഴ്സ് ക്ലബിന്റെ 3ാം വാർഷികാഘോഷം വായനശാല അങ്കണത്തിൽ വെച്ച് നടന്നു. JCI പ്രസിഡന്റ് സംഗീതയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വായനശാല സെക്രട്ടറി വിദ്യാധരൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. JCI മുൻ പ്രസിഡന്റ് ഭാസ്കർ പെരുമ്പിലാവിൽ ഈ വർഷത്തെ കുട്ടികളുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷേകിനെ അനുമോദിച്ചു. തുടർന്ന് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികൾക്കായി പ്രസംഗ മത്സരം സംഘടിപ്പിച്ചു. സ്പീക്കേഴ്സ് ക്ലബ്ബ് പരിശീലകരായ ജയന്തി MK, പ്രസാദ് K എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. വിജയികൾക്കുള്ള സമ്മാനദാനം JCI മുൻ പ്രസിഡന്റ് സിറിൽ ബേബി നിർവഹിച്ചു. CCN കടമ്പഴിപ്പുറം. മണ്ണാർക്കാട് നഗരസഭയിൽ ഭരണം നിലനിർത്തിയ UDF നഗരസഭ ചെയർപേഴ്സണെ തീരുമാനിച്ചു. 21ാം വാർഡിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി സജ്ജനയാണ് നഗരസഭയുടെ പുതിയ അധ്യക്ഷ. തിങ്കളാഴ്ച വൈകിട്ട് ചേർന്ന മുസ്ലിം ലീഗ് മുനിസിപ്പൽ പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് തീരുമാനം. നഗരസഭ രൂപവൽക്കരണത്തിനു ശേഷം നടന്ന 3 ഘട്ടത്തിലും ചെയർപേഴ്സൺ സ്ഥാനം മുസ്ലിം ലീഗിനാണ്. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ 17 സീറ്റിൽ വിജയിച്ചാണ് UDF ഭരണം നിലനിർത്തിയത്. ആകെയുള്ള 30 സീറ്റിൽ 17 സീറ്റിൽ മത്സരിച്ച മുസ്ലിം ലീഗ് 12 ഇടങ്ങളിൽ വിജയിച്ചിരുന്നു. കോൺഗ്രസ് 4 ഇടത്തും കേരള കോൺഗ്രസ് 1 സീറ്റിലും വിജയിച്ചു. ചെയർപേഴ്സൺ സ്ഥാനം ഇത്തവണ വനിതാ സംവരണമാണ്. UDFൽ ഇത്തവണ വിജയിച്ചു വന്ന വനിതകളെല്ലാം പുതുമുഖങ്ങളാണെന്ന പ്രത്യേകതയുമുണ്ട്. ഇതിൽ നിന്നാണ് ചന്തപ്പടി വാർഡിലെ സജ്ജനയെ തിരഞ്ഞെടുത്തത്. 7 വനിതകളാണ് UDFൽ നിന്ന് വിജയിച്ചിരുന്നത്. മുൻ ധാരണ പ്രകാരം മുസ്ലിം ലീഗിന് ചെയർപേഴ്സൺ സ്ഥാനം നൽകുന്നതിന് തിങ്കളാഴ്ച ചേർന്ന യോഗം ഐക്യകണ്ഠേന തീരുമാനമെടുത്തു. വിദ്യാഭ്യാസ യോഗ്യതയും നേതൃപാഠവുമാണ് സജനയെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തതിന് മാനദണ്ഡമെന്ന് മുൻ നഗരസഭാ ചെയർമാനും മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹിയുമായ C മുഹമ്മദ് ബഷീർ പറഞ്ഞു. CCN മണ്ണാർക്കാട്. ശക്തമായ പോരാട്ടം നടന്ന മണ്ണാർക്കാട് നഗരസഭയിൽ സീറ്റ് നില മെച്ചപ്പെടുത്തിയ UDF വോട്ടിന്റെ എണ്ണത്തിലും മുൻപിലെത്തി. ആകെയുള്ള 30 വാർഡുകളിൽ 17 സീറ്റ് നേടിയാണ് UDF വീണ്ടും ഭരണം നിലനിർത്തിയത്. നഗരസഭയിൽ 9673 വോട്ടാണ് UDF നേടിയത്. 30 സീറ്റുകളിലും മത്സരിച്ച LDF 7284 വോട്ടും നേടി. 12 സീറ്റുകളിലാണ് LDFന്റെ വിജയം. 2389 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് UDFനുള്ളത്. 17 സീറ്റുകളിൽ മത്സരിച്ച NDAക്ക് ആകെ ലഭിച്ചത് 1915 വോട്ടുകളാണ്. ഒരു സീറ്റിൽ മാത്രമാണ് വിജയിച്ചത്. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ NDA 3 സീറ്റ് നേടിയിരുന്നു. കോൺഗ്രസിലെ അഭിപ്രായ ഭിന്നതകളും വിമത സ്ഥാനാർത്ഥിയുടെ മത്സരവും UDFന് ചെറിയ തോതിൽ ആശങ്കയുയർത്തിയെങ്കിലും പ്രതീക്ഷിച്ച ഒട്ടുമിക്ക സീറ്റുകളിലും വിജയിച്ചു. മുൻ കൗൺസിലർ മാസിദ സത്താർ കാഞ്ഞിരപ്പാടം വാർഡിൽ പരാജയപ്പെട്ടത് അപ്രതീക്ഷിത തിരിച്ചടിയായി. LDF ആണ് ഇവിടെ വിജയിച്ചത്. വിജയിച്ച സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയതും UDF സ്ഥാനാർത്ഥിയാണ്. മുണ്ടേക്കരാട് വാർഡിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജ്യോതി കൃഷ്ണൻകുട്ടി 636 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. LDF സ്ഥാനാർത്ഥിക്ക് ഇവിടെ 67 വോട്ടാണ് ലഭിച്ചത്.
ഏറ്റവും കുറവ് ഭൂരിപക്ഷം നേടിയത് നടമാളിക വാർഡിൽ വിജയിച്ച UDFന്റെ സീനയാണ്. 8 വോട്ടാണ് അധികം നേടിയത്. LDFൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയത് കാഞ്ഞിരം വാർഡിൽ വിജയിച്ച S അജയ്കുമാറാണ്. 326 വോട്ടാണ് അധികം ലഭിച്ചത്. CPMനെതിരെ മത്സരിച്ച ജനകീയ മതേതര മുന്നണി സ്ഥാനാർത്ഥികൾ 606 വോട്ടാണ് ആകെ നേടിയത്. 10 വാർഡുകളിലാണ് ഇവർ മത്സരിച്ചത്. 2ാം വാർഡ് കുളർമുണ്ടയിൽ 220 വോട്ട് നേടി 2ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. ഇവിടെ LDF സ്ഥാനാർത്ഥിക്ക് 146 വോട്ടേ നേടാനായുള്ളൂ. CCN മണ്ണാർക്കാട്. KSSPA മലപ്പുറം ജില്ലാ സമ്മേളനം ഡിസംബർ 19, 20 തീയതികളിൽ മഞ്ചേരി ടൗൺ ഹാളിൽ വെച്ച് നടക്കും. 2 ദിവസങ്ങളിലായി വിവിധ സെഷനുകളോടെ നടക്കുന്ന സമ്മേളനം 19 രാവിലെ ജില്ലാ പ്രസിഡന്റ് KS സുന്ദരൻ പതാക ഉയർത്തുന്നതോടെ ആരംഭിക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിലെ ജനാധിപത്യ ചേരിയിലെ ഏറ്റവും വലിയ പെൻഷൻ സംഘടനയാണ്. കേരളത്തിലെ കാലിക പ്രാധാന്യമുള്ള ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പെൻഷനുകളുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ശക്തമായ സമരപാതയിലൂടെയാണ് ഈ സംഘടന കടന്നുപോകുന്നത്. കഴിഞ്ഞ 41 വർഷം വരും 41 വർഷത്തേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. പെൻഷൻകാർക്ക് ലഭിക്കുന്ന ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ഒരു പരിധിവരെ ഈ സംഘടനയ്ക്ക് വിജയിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും പെൻഷൻകാർ ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ജില്ലാ സമ്മേളനം തുടർന്ന് വരുന്ന സംസ്ഥാന സമ്മേളനത്തിലും നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഏതൊക്കെ രീതിയിൽ നമ്മൾ ശക്തമായി മുന്നേറണം എന്ന രീതിയിൽ അതിനെപ്പറ്റി ഒരു തീരുമാനം പ്രതിനിധി സമ്മേളനങ്ങൾ തീരുമാനിക്കും. സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായ 19-ന് നിലവിലെ കൗൺസിൽ യോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് VA ലത്തീഫ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പുതിയ കൗൺസിൽ യോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് T വിനയദാസ് ഉദ്ഘാടനം ചെയ്യും. ഈ യോഗത്തിലാണ് അടുത്ത വർഷത്തേക്കുള്ള സംഘടനയുടെ പ്രവർത്തന രൂപരേഖ തയ്യാറാക്കുന്നത്. വനിതാ സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് മഞ്ചേരി ടൗണിൽ വിളംബര ജാഥയും തുടർന്ന് നടക്കുന്ന പൊതുയോഗം KPCC സെക്രട്ടറി KP നൌഷാദ് അലിയും ഉദ്ഘാടനം ചെയ്യും. 2ാം ദിവസമായ ഡിസംബർ 20-ന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് MP വേലായുധൻ ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന സുഹൃത്ത് സമ്മേളനം UDF ജില്ലാ ചെയർമാൻ PT അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സംഘടനാ ചർച്ചയും 2026 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടക്കും. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ KA സുന്ദരൻ, DA ഹരിഹരൻ, TV രഘുനാഥ്, KP വിജയകുമാർ, VK അജിത് കുമാർ, P ബാലസുബ്രഹ്മണ്യൻ എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. മലപ്പുറം CSI ചർച്ചിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് ഗായക സംഘം അവതരിപ്പിച്ച കരോൾ സന്ധ്യ ശ്രദ്ധേയമായി. ഇടവകയിലെ വിവിധ സംഘടനകൾ കരോൾ ഗാനങ്ങൾ അവതരിപ്പിച്ചു. ഇടവക വികാരി റവറന്റ് വിനോദ് അലന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ മുഖ്യാതിഥി റവറന്റ് ഡീക്കൻ നിമിഷി ഡേവിഡ് ക്രിസ്മസ് സന്ദേശം നൽകി. പെരിന്തൽമണ്ണ സഭാ ശുശ്രൂഷകൻ റവറന്റ് ഡീക്കൻ MM രാജു ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇടവകയിലെ വിവിധ സംഘടനകൾ കരോൾ ഗാനങ്ങൾ അവതരിപ്പിച്ചു.
CCN മലപ്പുറം. ഒറ്റപ്പാലം നഗരസഭയിലെ തിരഞ്ഞെടുപ്പിൽ BJP 2ാം സ്ഥാനത്തെത്തിയത് 9 വാർഡുകളിൽ. നഗരസഭയിൽ ആദ്യമായി മുഖ്യ പ്രതിപക്ഷമായതിനൊപ്പമാണ് 9 UDFിനെ പിന്തള്ളി 2ാമതെത്താനായത്. 4 സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് ഒറ്റപ്പാലത്ത് നേടാനായത്. ഒറ്റപ്പാലം നഗരസഭയിലെ തിരഞ്ഞെടുപ്പിൽ 8 കോൺഗ്രസ് 2ാമതെത്തി. 19 സീറ്റ് നേടിയതിനു പുറമെ 16 CPM 2ാം സ്ഥാനത്താണ്. 9 സീറ്റുണ്ടായിരുന്ന BJP ഇത്തവണ 3 സീറ്റ് വർദ്ധിപ്പിച്ചാണ് 12 സീറ്റ് നേടിയത്. പനമണ്ണയിലും പാലപ്പുറത്തുമാണ് BJP നേട്ടമുണ്ടാക്കിയ ഭാഗങ്ങൾ. പനമണ്ണയിൽ എല്ലാ സീറ്റുകളും BJP നേടി. നേരത്തെ പനമണ്ണ സൗത്ത് വാർഡ് മാത്രമാണ് BJPക്ക് ഉണ്ടായിരുന്നത്. വട്ടനാൾ CPMൽ നിന്നും അമൃത സ്കൂൾ പ്രദേശം ഉൾപ്പെട്ട വാർഡ് സ്വതന്ത്ര മുന്നണിയിൽ നിന്നും BJP പിടിച്ചെടുത്തു. വട്ടനാൾ വാർഡ് 174 വോട്ട് ഭൂരിപക്ഷത്തിനാണ് പിടിച്ചെടുത്തത്. CPMുമായും സ്വതന്ത്ര മുന്നണിയുമായും കനത്ത മത്സരം നടന്ന അമൃത സ്കൂൾ വാർഡിൽ 19 വോട്ടിനും BJP ജയിച്ചു. പനമണ്ണ സൗത്തിൽ 443 വോട്ടാണ് ഭൂരിപക്ഷം. UDFിൽ കോൺഗ്രസ് 4 സീറ്റ് നേടിയപ്പോൾ 3 സീറ്റാണ് മുസ്ലിം ലീഗ് നേടിയത്. ഇതിനു പുറമെ പിന്തുണ നൽകി സ്വതന്ത്രനുൾപ്പെടെ ആകെ 8 പേരാണ് UDFിനുള്ളത്. 4 സീറ്റിൽ മത്സരിച്ച സ്വതന്ത്ര മുന്നണിക്ക് സീറ്റൊന്നും നേടാനാകാതെ പോയത് UDF 8-ലൊതുങ്ങാൻ കാരണമായി. നിലവിലുണ്ടായിരുന്ന 4 വാർഡുകളാണ് UDFിന് നഷ്ടമായത്. വർഷങ്ങളായി ഭരിച്ചിരുന്ന പല്ലാർമംഗലം പോസ്റ്റൽ ക്വാർട്ടേഴ്സ്, തോട്ടക്കര പോസ്റ്റ് ഓഫീസ്, തെന്നടി ബസാർ എന്നീ വാർഡുകളാണ് നഷ്ടമായത്. 28 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് 11 വാർഡിൽ വോട്ട് 2 അക്കം മാത്രമാണ്. അതേസമയം 3 സീറ്റ് കൂട്ടി 19 വാർഡുകളിൽ ജയിച്ച CPMും ഇത്തവണ നേട്ടമുണ്ടാക്കി. 2 പട്ടികജാതി വനിതാ സംവരണ വാർഡുകളിലും ജയിച്ചതോടെ അടുത്ത 5 വർഷം ഒരു അവിശ്വാസ പ്രമേയത്തിന്റെ സാധ്യത പോലും ഇല്ലാതാക്കിയാണ് വിജയം. പട്ടികജാതി വനിതാ സംവരണമാണ് ഇത്തവണ ചെയർപേഴ്സൺ സ്ഥാനം. CCN ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരഞ്ഞെടുപ്പിൽ UDF, ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകളെ കൂട്ടുപിടിച്ച് വലിയ രീതിയിലുള്ള ന്യൂനപക്ഷ ഏകീകരണം നടത്തിയെന്ന് കോങ്ങാട് MLA K. ശാന്തകുമാരി. തിരഞ്ഞെടുപ്പ് ഫലത്തിൽ PK ശശി ഘടകം സ്വാധീനിച്ചു എന്ന് വിലയിരുത്താനാവില്ലെന്നും ശാന്തകുമാരി പറഞ്ഞു. ശബരിമല ദർശനത്തിനായി എത്തിയ അയ്യപ്പ ഭക്തൻ കരിങ്കല്ലത്താണി അരക്കുപറമ്പ് അർദ്ധനാരീശ്വര ക്ഷേത്രകുളത്തിൽ മുങ്ങി മരിച്ചു. തമിഴ്നാട് തിരുവള്ളൂർ സ്വദേശിയാണ് മരിച്ചത്. 5-അംഗ ശബരിമല അയ്യപ്പ സംഘത്തോടൊപ്പം എത്തിയതായിരുന്നു ഇദ്ദേഹം. ശ്രീകൃഷ്ണപുരം എടപ്പള്ളിയിൽ വയോധികയുടെ മാല കവരാൻ ശ്രമം. എടപ്പള്ളി സ്വദേശി കൂറ്റൻകോട് സത്യഭാമയുടെ 3 പവനോളം തൂക്കമരുന്ന മാലയാണ് ബൈക്കിലെത്തിയ 2-അംഗ സംഘം മോഷ്ടിക്കാൻ ശ്രമിച്ചത്. ബുധനാഴ്ച രാവിലെ 8:30ഓടെയായിരുന്നു സംഭവം. ശക്തമായ പോരാട്ടം നടന്ന മണ്ണാർക്കാട് നഗരസഭയിൽ സീറ്റ് നില മെച്ചപ്പെടുത്തിയ UDF വോട്ടിന്റെ എണ്ണത്തിലും മുൻപിലെത്തി. ആകെയുള്ള 30 വാർഡുകളിൽ 17 സീറ്റ് നേടിയാണ് UDF വീണ്ടും ഭരണം നിലനിർത്തിയത്. നഗരസഭയിൽ 9673 വോട്ടാണ് UDF നേടിയത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മലപ്പുറം കളക്ടർ VR വിനോദ് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചു. LOമാരുടെയും BLOമാരുടെയും സംയുക്ത യോഗം വിളിച്ച് പട്ടികയിൽ ക്രമക്കേടുണ്ടെങ്കിൽ ഉടൻ പരിഹരിക്കുമെന്ന് കളക്ടർ പറഞ്ഞു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.